നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഹമാസ് യുദ്ധം 8ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച കരാർ ഇസ്രയേൽ അംഗീകരിക്കുന്നതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിദേശ നയ ഉപദേഷ്ടാവ് ഓഫീർ ഫാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബൈഡൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കരാർ ഞങ്ങൾ അംഗീകരിച്ചതാണ്. ഇതൊരു നല്ല കരാറല്ല, പക്ഷേ ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഓഫീർ സൺഡേ ടൈംസിനോട് വ്യക്തമാക്കി. കരാറിൽ നിരവധി കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒരു ഭീകരവാദ സംഘടന എന്ന നിലയിൽ ഹമാസിനെ നശിപ്പിക്കുക എന്ന നിലപാടിൽ മാറ്റമില്ലെന്നും ഓഫീർ കൂട്ടിച്ചേർത്തു. ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ പ്രതിരോധ സേന പിൻവാങ്ങുന്നതും ആറാഴ്ചത്തെ വെടിനിർത്തലും ഉൾപ്പെടെ 3 ഭാഗങ്ങളുള്ള നിർദ്ദേശമായിരുന്നു ബൈഡൻ അവതരിപ്പിച്ചത്. മാനുഷിക സഹായം ഉയർത്തുന്നതിനോടൊപ്പം ഫലസ്തീൻ തടവുകാരെയും ബന്ദികളെയും മോചിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടും. നിർദ്ദിഷ്ട പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ സമ്പൂർണമായ വെടിനിർത്തൽ, ജനവാസ മേഖലകളിൽ നിന്ന് IDF സേനയെ പിൻവലിക്കൽ, ഫലസ്തീൻ തടവുകാരെയും ബന്ദികളെയും കൈമാറൽ എന്നിവ ഉൾപ്പെടുമെന്ന് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ സംസാരിച്ച ബൈഡൻ പറഞ്ഞു. മാനുഷിക സഹായങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സഹായ പാക്കേജുകൾ എത്തിക്കാൻ വെടിനിർത്തൽ സഹായകരമാകും. ഇങ്ങനെ ഓരോ ദിവസവും 600 ട്രക്കുകൾ ഗാസയിലേക്ക് സഹായം എത്തിക്കും. 2ാം ഘട്ടത്തിൽ പുരുഷ സൈനികർ ഉൾപ്പെടെ ജീവനുള്ള എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കും. വെടിനിർത്തൽ ഇരു കൂട്ടരും തമ്മിലുള്ള ശത്രുത ശാശ്വതമായി ഇല്ലാതാക്കുന്നതിന് കാരണമാകുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. നിർദ്ദേശത്തിന്റെ 3ാം ഘട്ടത്തിൽ മരണമടഞ്ഞ ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ തിരികെ എത്തിക്കും. ഗാസയിലെ വീടുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ പുനർനിർമ്മിക്കുന്നതിനുള്ള US അന്തർദേശീയ സഹായത്തോടെയുള്ള പുനർനിർമ്മാണ പദ്ധതിയും 3ാം ഘട്ടത്തിലായിരിക്കും. നിർദ്ദേശം സ്വീകരിക്കാതിരിക്കാൻ ഇസ്രയേലിലെ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടാകുമെന്ന് ബൈഡൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. തങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നിറവേറുന്നതുവരെ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്നാണ് ഓഫർ വ്യക്തമാക്കിയിരുന്നത്. നിലവിൽ സഖ്യ സർക്കാരിനെ നിലനിർത്താനുള്ള സമ്മർദ്ദത്തിലാണ് നെതന്യാഹു. അമേരിക്ക മുന്നോട്ട് വെച്ച കരാർ അംഗീകരിക്കുകയാണെങ്കിൽ പിന്തുണ പിൻവലിക്കുമെന്നാണ് 2 മന്ത്രിമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നിലവിൽ 36,000 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള ഇസ്രയേലിന്റെ സമാധാന പദ്ധതിയാണ് താൻ പ്രഖ്യാപിച്ചതെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരണമായി രംഗത്തെത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഗാസയിൽ വെടിനിർത്താനും ബന്ദിമോചനത്തിനും ഇസ്രയേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി ജോ ബൈഡൻ പറഞ്ഞത്. 6 ആഴ്ച നീളുന്ന 3 ഘട്ടങ്ങളായി നടപ്പാക്കേണ്ട ഫോർമുലയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഇസ്രായേൽ ഹമാസിന് കൈമാറിയതായും ബൈഡൻ പറഞ്ഞിരുന്നു. വെടിനിർത്തൽ അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളും ഉയർന്നു കഴിഞ്ഞു. സമാധാന പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം 36,000-ലധികം ഫലസ്തീനികളുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായ ഇസ്രയേൽ ആക്രമണത്തിന് അറുതിയാകുമെന്നാണ് ലോകരാഷ്ട്രങ്ങളുടെ നിരീക്ഷണം. നിർദ്ദേശങ്ങളെ പോസിറ്റീവായി വീക്ഷിക്കുന്നതായി ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ മറ്റു വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. ചില ഇസ്രയേലി രാഷ്ട്രീയക്കാരിൽ നിന്നും ബന്ദികളാക്കിയവരുടെ കുടുംബങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഈ പദ്ധതിക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുഖ്യ എതിരാളിയായ ബെന്നി ഗാറ്റ്സ് ഈ നിർദ്ദേശത്തെ അനുകൂലിച്ച് സംസാരിക്കുകയും നെതന്യാഹുവിനോടും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനോടും അടുത്ത ഘട്ടങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.